ഞാനിപ്പോൾ ഇരാറ്റുപേട്ടയിലാണ്. ഇരാറ്റുപേട്ടയിൽ നിന്ന് കോട്ടയത്തേക്ക് ഒരു ഓർഡിനറി ബസ് യാത്രയാണ്. അപ്പോൾ നമുക്ക് യാത്രയിലേക്ക് കിടക്കാം. അങ്ങനെ ബസ്സിൽ കയറി 53 രൂപയാണ് ഇവിടുന്ന് കോട്ടയത്തേക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇതാണ് ഫിഞ്ച് ഹോട്ടൽ. ഈ കാണുന്നതാണ് ഇരാറ്റുപേട്ടയിലെ പെട്രോൾ പമ്പ്. ഈ കാണുന്നതാണ് ഇരാറ്റുപേട്ടയിലെ മറീന ബാറ്. ഈ കാണുന്നതാണ് ഇരാറ്റുപേട്ടയിലെ സ്റ്റുഡിയോ. പുതിയ സ്റ്റുഡിയോയാണ്. വലതുവശത്താണ് സൺറൈസ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. നേരത്തെ റിംസ് ഹോസ്പിറ്റൽ എന്നായിരുന്നു, ഇപ്പോൾ സൺറൈസാണ് ഹോസ്പിറ്റൽ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതാണ് ഇരാറ്റുപേട്ടയിലെ ഓപ്പൺ ജിമ്മ്. ആരും യൂസ് ചെയ്യുന്നൊന്നുമില്ല, ചുമ്മാ കിടക്കുക. അങ്ങനെ നമ്മുടെ വണ്ടി കോളേജ് പതിവ് കഴിഞ്ഞ് പനക്കപ്പാലം എത്തിയിരിക്കുകയാണ്. പനക്കപ്പാലത്തുനിന്ന് പാല ലക്ഷ്യമാക്കി നമ്മുടെ ബസ് പോവുകയാണ്. ഇത് പൂഞ്ഞാർ അടിവാരത്തു നിന്ന് വരുന്ന വണ്ടിയാണിത്. 10:30 ഞാൻ പനച്ചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഈ ബസ്സിൽ കയറിയത്. അങ്ങനെ നമ്മുടെ വണ്ടി ഫർണങ്ങാനത്ത് എത്തിയിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഫർണങ്ങാനം അൽഫോൻസാമ്മയുടെ പള്ളി. വലതുവശത്താണ് പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇത് ഓപ്പോസിറ്റ് സ്കൂളാണ്, സെൻറ്റ് മേരീസ് സ്കൂള്, ഫേമസ് സ്കൂളാണ് ഫർണങ്ങാനം ഹയർ സെക്കൻഡറി സ്കൂള്. അങ്ങനെ നമ്മുടെ വണ്ടി പാല ലക്ഷ്യമാക്കി പോവുകയാണ്. ഇനി വെറും 5 കിലോമീറ്ററേ ഉള്ളൂ പാലായിലേക്ക്. ഇവിടെയാണ് ജർമ്മൻ പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രം ഇവിടെയുണ്ട്. ഇതാണ് ഫർണങ്ങാനത്തെ ഏക പെട്രോൾ പമ്പ്. വലത് സൈഡിലാണ് മേരിഗിരി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഫർണങ്ങാനത്തെ ഏക ഹോസ്പിറ്റലാണ് മേരിഗിരി ഹോസ്പിറ്റൽ. നമ്മുടെ വണ്ടി അങ്ങനെ കോടതിപ്പടിയിലെത്തിയിരിക്കുകയാണ്. പാലായിലെ കോടതിയും ആർ ടി ഓഫീസൊക്കെ സ്ഥിതി ചെയ്യുന്ന ഇവിടെയാണ്. ചെത്തിമറ്റം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ നമ്മുടെ വണ്ടി പാലായിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇരാറ്റുപേട്ട പാല 13 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഓർഡിനറിക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്, ബസ് ടിക്കറ്റ് ചാർജ്. അരമണിക്കൂറാണ് റണ്ണിങ് ടൈം വരുന്നത്. കാനറ ബാങ്കാണ് ഇടത് സൈഡിൽ കാണുന്നത്. പിന്നെ ബാങ്ക് ഓഫ് ബറോഡ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ബസ് KSRTC സ്റ്റാൻഡ് ലക്ഷ്യമാക്കി പോവുകയാണ്. KSRTC സ്റ്റാൻഡ് വലതുവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ വഴി നേരെ പോയി കഴിഞ്ഞാൽ ഉഴവൂര്, തൊടുപുഴ ഒക്കെ പോകാൻ സാധിക്കുന്നതാണ്. ബൈപ്പാസിലേക്കും പോകാൻ സാധിക്കുന്നതാണ്. നേരെ കിടക്കുന്നതാണ് കോട്ടയത്തേക്കുള്ള വഴി. ഇതാണ് പാലായിലെ HP പെട്രോൾ പമ്പ്. ഓപ്പോസിറ്റാണ് മഹാറാണി തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത്. മഹാറാണി തിയേറ്റർ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അങ്ങനെ വണ്ടി പാല KSRTC സ്റ്റാൻഡിലേക്ക് കയറുകയാണ്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ബസ് സർവീസ് ഇവിടുന്ന് നമുക്ക് ലഭ്യമാണ്. ബാംഗ്ലൂർ, മൈസൂർ, അങ്ങനെ ഇൻഡർസ്റ്റേറ്റ് സർവീസുകൾ വരെ ഇവിടുന്ന് ഒരുപാട് ബസ് സർവീസുകൾ ഇവിടുന്ന് ലഭ്യമാണ്. കോട്ടയം ജില്ലയിലെ ഒരു ഫേമസ് ബസ് സ്റ്റേഷനാണ് പാല. നേരെ കാണുന്നതാണ് ജോസ് തിയേറ്റർ. പാലയിലെ ഒരു തിയേറ്ററാണ് ജോസ് തിയേറ്റർ. ദിലീപ് ഇനാഗുറേറ്റ് ചെയ്തൊരു തിയേറ്ററാണ്. ആദ്യമായിട്ട് ഓടിയ പടമാണ് വിനോദയാത്ര. അങ്ങനെ നമ്മുടെ വണ്ടി കോട്ടയം ലക്ഷ്യമാക്കി പോവുകയാണ്. ഇതാണ് പോൾസൺ ബേക്കറി. ഈ കാണുന്നതാണ് ECBIയും പുളിമൂട്ടിൽ സിൽസും. പുളിമൂട്ടിൽ സിൽസ് ഇനാഗുറേറ്റ് ചെയ്തത് ഭാവനയായിരുന്നു. ഇതാണ് മഹാറാണി തിയേറ്റർ, മഹാറാണി യുവറാണി തിയേറ്റർ. തിയേറ്റർ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. അടിപൊളി തിയേറ്ററായിരുന്നു നേരത്തെ പണ്ട്. ഇതാണ് KFC, പാലയിലെ KFC. പാലയിൽ ഇവിടെയൊക്കെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ കൊട്ടാരമറ്റത്ത് ബസ് എത്തിക്കഴിഞ്ഞാൽ ബസ്സിൻ്റെ മുന്നിൽ സീറ്റിൽ വന്നിരുന്നു. ബസ്സിൻ്റെ ഫ്രണ്ടിലത്തെ കമ്പി ഭയങ്കര പ്രശ്നമാണ്. വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. KSRTC എന്നൊക്കെ എഴുതിയിട്ട് നോക്കണം.
പിന്നെ അടിവാരം എന്ന് പറഞ്ഞ ബോർഡ് അവിടെ കിടക്കുന്നതാണ്. ഈ കാണുന്നതാണ് അൽഫോൻസ കോളേജ്, ലേഡീസ് കോളേജാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് സെൻറ്റ് തോമസ് കോളേജ്. സെൻറ്റ് തോമസ് കോളേജ് ബോയ്സ് കോളേജായിരുന്നു, ഇപ്പോൾ മിക്സ്ഡ് ആക്കി. ഇവിടെ തന്നെയാണ് IAS കോച്ചിങ് സെൻറ്ററും സ്ഥിതി ചെയ്യുന്നത്. ഈ ഹരിത 1ാം റാങ്ക് കിട്ടിയ ഹരിത വിനായരൊക്കെ ഇവിടെയാണ് IAS കോച്ചിങ് പഠിച്ചത്. ഈ കാണുന്നതാണ് സെൻറ്റ് തോമസ് കോളേജ്. KR നാരായണൻ, മിയ ജോർജൊക്കെ പഠിച്ച കോളേജാണ് സെൻറ്റ് തോമസ് കോളേജ്. അങ്ങനെ ബസ് മുത്തോയി എത്തിയിരിക്കുകയാണ്. ഇടതുവശത്ത് കാണുന്ന വഴിയാണ് ബ്രില്യൻറ്റിലോട്ട് പോകുന്നത്. പാലാ ബ്രില്യൻറ്റ് ഫേമസ് ആയിട്ടുള്ളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പാലാ ബ്രില്യൻറ്റ്. അങ്ങനെ നമ്മൾ മുത്തോലി എന്ന് പറഞ്ഞ സ്ഥലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ആറ്റുതീരം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കോട്ടയം ജില്ലയിലെ ഏറ്റവും മനോഹരമായ രീതിയിൽ റോഡലംഘിച്ചിരിക്കുന്ന വഴിയാണിത്. അടിപൊളി അടിപൊളി ഇന്ത്യ ഫാക്ടറിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. സന്തോഷ് ചെറുതയുടെ കുളങ്ങരയുടെ ഇൻ്റർവ്യൂവിൽ ഈ റോഡിനെക്കുറിച്ച് വളരെ വ്യക്തമായി പുള്ളി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബസ് കിടങ്ങൂർ എത്തിയിരിക്കുകയാണ്. ഈ ഇടതുവശത്ത് കാണുന്ന വഴി കൂടെ നമുക്ക് കോട്ടയത്തേക്ക് ഷോർട്ട് കട്ട് വഴി പോകാം. മണ്ണാർക്കാട് അയർക്കുന്നം റൂട്ടാണത്. പിന്നെ ബസ് നേരെ പോവുകയാണ്. ഫൈനലി ആ വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്തിരിക്കുകയാണ്. വണ്ടി വീണ്ടും നമ്മളെ ഓവർടേക്ക് ചെയ്ത് നോക്കി. കോട്ടയം ജില്ലയിലെ അങ്ങനെ ആദ്യത്തെ നെൽപ്പാടം നമ്മൾ കണ്ടിരിക്കുകയാണ്. പാലാ ഇരാറ്റുപേട്ട ഭാഗങ്ങളിലൊന്നും അങ്ങനെ നെൽപ്പാടങ്ങളൊന്നും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കുന്നതല്ല. ഈ ടോറസിനെ ലക്ഷ്യമാക്കി നമ്മൾ ബസ് നീങ്ങുകയാണ്. ടോറസിനെ ഇപ്പോൾ നമ്മൾ പൊട്ടിക്കുന്നതായിരിക്കും. ടോറസ് KSRTC മത്സരം ഫൈനലി KSRTC ജയിച്ചിരിക്കുകയാണ്. ടോറസ് ഒക്കെ മുന്നിപ്പോയി. അങ്ങനെ ഏറ്റുമാനൂർ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയാണ്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വമ്പം ബ്ലോക്ക് എന്ന് വെച്ചാൽ വമ്പം ബ്ലോക്ക്. അരമണിക്കൂറാണ് ഈ ബ്ലോക്കിൽ പെട്ട് കിടന്നത്. ഒരു ട്രാഫിക് സെൻസ് ഇല്ലാത്തൊരു നഗരമാണ് ഏറ്റുമാനൂർ. ഇവിടുന്ന് എല്ലാം വണ്ടി കുത്തിക്കയറ്റും. അങ്ങനെ ട്രാഫിക് ലൈറ്റ് പോയിരിക്കുന്നതാണ് പ്രശ്നം മെയിനായിട്ട്. നിയന്ത്രിക്കാൻ ആരുമില്ല, പോലീസുകാരൊന്നുമില്ല. ഒട്ടും ട്രാഫിക് സെൻസ് ഇല്ലാത്തൊരു നഗരമാണ് ഏറ്റുമാനൂർ. എത്ര മണിക്കൂർ വണ്ടി കിടക്കുന്നതാണ്. ഇപ്പോൾ കുത്തിക്കയറ്റിക്കൊണ്ടൊക്കെ വരുന്നതാണ്. അരമണിക്കൂറായി ബ്ലോക്കിൽ കിടന്ന്, അരമണിക്കൂർ. ആംബുലൻസിന് പോലും പോകാൻ വഴിയില്ല. അതുകൂട്ടൊരു സ്ഥലമാണ്. ഇവിടെ ബൈപ്പാസൊക്കെ പണിതിട്ട് ഒരു കാര്യമില്ല. കോട്ടയത്തില്ല ഇതുപോലത്തെ ബ്ലോക്ക്. കോട്ടയത്ത് ബ്ലോക്കേ ഇല്ല. കണ്ടോ എത്ര നേരം കഴിഞ്ഞിട്ട് ആംബുലൻസിനെ വഴി കിട്ടുന്നത്. ഒരു ട്രാഫിക് സെൻസും ഇല്ലാത്തൊരു സിറ്റിയാണ് ഏറ്റുമാനൂർ.
ട്രാഫിക് ലൈറ്റിൽ ഓറഞ്ച് ലൈറ്റ് മാത്രം മിന്നിക്കൊണ്ടിരിക്കും, വേറെ ഒറ്റ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. കണ്ടില്ലേ, വണ്ടി അവിടുന്ന് ഇവിടുന്ന് എല്ലാം 4 സൈഡിൽ നിന്നും വണ്ടി കുത്തി കയറ്റി വെച്ചേക്കുക. അതിൻ്റെ ഇടയ്ക്ക് ബൈക്കുകാരന്മാർ, ഓട്ടോക്കാരന്മാരെ കണ്ടില്ല ഭാഗ്യത്തിന്. എന്നാ പറ്റി നിർത്തില്ല, അല്ലേ എവിടെ ചെന്നാലും ഓട്ടോക്കാരെ ചെല്ലുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ കുത്തി കയറ്റിക്കൊണ്ടുവരികയാണ്, നമുക്ക് സൈഡ് പോലും തരുന്നില്ല. കഴിവുള്ളവൻ വണ്ടി എടുത്തുകൊണ്ട് പോകും, ആ ഒരു ലെവലാണ് ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മോശം ട്രാഫിക് സിസ്റ്റമാണ് ഇവിടുത്തെ. വണ്ടികളൊക്കെ വെറുതെ കിലോമീറ്ററോളം ബ്ലോക്കാണ്, കിലോമീറ്ററോളം. ഒരു ട്രാഫിക് സെൻസും ഇല്ലാത്ത നഗരമാണിത്. റോഡിനാണ് ആകെ വീതി പോലും ഇല്ല. ഇവിടെ എന്താ ഫ്ലൈ ഓവറോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്, ശരിക്കും ഒന്നും ചെയ്യുന്നില്ല.